15 വർഷമായി തെങ്ങു കയറുന്ന ഒരു മലയാളിയുണ്ട് സലാലയിൽ, മണി സലാല. ബാക്കി കഥകളൊക്കെ മണി തന്നെ പറയും. നമ്മള് നാട്ടിലത്തെ തെങ്ങുമ്മ കയറുന്ന മാതിരി ഇവിടെ പറ്റൂല. എന്താ വെച്ചാല് നമ്മള് നാട്ടില് പറഞ്ഞാല് തെങ്ങ് നല്ല മിൻസാണ്. നമ്മളെ നാട്ടിലത്തെ മാതിരി തെങ്ങ് നല്ല മിൻസാണ്. ഇവിടെ എന്ന് പറഞ്ഞാല് സലാലയില് നാട്ടിൽ തെങ്ങ് മിൻസല്ല. നാട്ടിൽ നമ്മളിങ്ങനെ കേറിയിട്ട് ഒറ്റയടിക്കാൻ ഇങ്ങനെ കിഴിഞ്ഞു പോരാ, അങ്ങനെ ഒറ്റയടിക്കാൻ കുറച്ചിട്ട് ഇറങ്ങിപ്പോരും. പക്ഷെ ഇവിടെ അത് പറ്റൂല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചാടി ചാടി ഇവിടുന്ന് ഇങ്ങനെ ചാടി ചാടി കയറിന് അതേമാതിരി തന്നെ ചാടി 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 തന്നെ കീപ്പിട്ട് ഇറങ്ങണം. എന്താ വെച്ചാല് ഇവിടെ കുറെ മുതുമുതുള്ള സാധനങ്ങൾ. ഈ സാധനതാ ഇവിടെ കുണ്ടും കുഴിച്ചാണ്. സംഗതി എങ്ങനെ അറിയാം, നമ്മള് കട്ട് റോഡിന് പോകുമ്പോ എങ്ങനെയുണ്ട് വണ്ടി ഇങ്ങനെ ചാടി ചാടി വരുന്നത്, എന്നെ മാറി നമ്മൾ ചാടി ചാടി ഇറങ്ങണം. ഞാനാണ് മണി സലാലയാണ്. സലാലയിലാണ് തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. പിന്നെ ഇളനീന്റെ പണിയാണ്. ഞാൻ വന്നിട്ട് 15 കൊല്ലായി, 16 കൊല്ലായി സലാലയിൽ വന്നിട്ട് ഇളനീന്റെ പണിയാണ്. നാട്ടില് തേങ്ങ പോയിരുന്നു. നാട്ടില് മലപ്പുറത്താണ്, മലപ്പുറം കൊടിഞ്ഞി, തിരുവരങ്ങാടി കൊടിഞ്ഞിയിലാണ്. അവിടെ തേങ്ങയിലായിരുന്നു. ഈ വിസയ്ക്ക് തന്നെ വന്നത്, തെങ്ങുമകരം തന്നെയാണ് വന്നത്. തെങ്ങുമകരം ആദ്യം വന്നപ്പോ കുറെയൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ തെങ്ങുമ കയറലും ഈ ഓല ഒടിഞ്ഞ് തൂങ്ങിക്കെടുക്കുന്നതും തെങ്ങുമ കയറാനൊക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ബുദ്ധിമുട്ടല്ല, നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് അല്ല കയറിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇവിടെ നാട്ടിലത്തും ഇവിടത്തും കൂടി ഭയങ്കര ഒരുപാട് മാറ്റങ്ങളുണ്ട് തെങ്ങുമ കയറാൻ. അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ 2-3 മാസം ഈ തെങ്ങുമ കയറി ഒന്ന് എക്സ്പീരിയൻസ് ആവാൻ തന്നെ 3 മാസം പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആണ് തെങ്ങുമ കയറാനും ഇറങ്ങാനും ഓലമരുന്ന് മുറിക്കാനും. നിന്ന് കെട്ടി 4, 5, 6 കോലൊക്കെ ഒരു കയറുമ്പോ കെട്ടിയിട്ട് ഇളന്ന് കെട്ടി മുറിക്കാം. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാല് നമ്മള് രാവിലെ ആയിട്ട് ഇറങ്ങണം. രാവിലെ 4 മണിക്ക് 5 മണിക്ക് നീച്ചു കഴിഞ്ഞാല് 6 മണിക്ക് നമ്മൾ തോട്ടത്തിലെത്തണം. തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാല് ഒരാൾക്ക് ഒപ്പം കയറ് പിടിക്കാനുണ്ടാവും. പിന്നെ എന്നമാതിരി മുതലാളി ഉണ്ടാവും. അതിങ്ങനെ ഒരു 10-11 മണിയോളം പണി ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 500 ഇളനീരാണ് നമുക്ക് കണക്ക്. ഒരു ആള് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുതലാളിക്ക് ഇറക്കാനുള്ളത് 500 ഇളനീരാണ്. ഇനിയിപ്പോ കൂടുതലായാലും കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ കുറവ് കിട്ടും, ചില ദിവസങ്ങളിൽ കൂടുതലുണ്ടാവും. ഇപ്പൊ എന്താ വെച്ചാൽ തെങ്ങിനൊക്കെ കുറച്ച് ചെറിയ ചെറിയ കേട്ടിലുണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണ്. ഇപ്പൊ കുറച്ച് നന്നായി വരുന്നുണ്ട്. നമ്മളെ ഈ മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെയാണ്ട് പോകുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് നാട്ടിലത്തെ മാതിരിയാണ്ട് കയറാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സലാലിൽ കയറണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിചയമാണ്. പരിചയം ഇല്ലാതെ നമുക്ക് കയറാൻ കഴിയില്ല. എന്താ വെച്ചാൽ നമ്മൾ പിടിക്കുന്ന ഓല മനസ്സിന് ഭയങ്കര പേടിയാണ്. എങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഓല പൊട്ടുവോ, കയറിട്ട് മുറിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കയറും ഇളനീ ഓല കൂടി കീപ്പിട്ട് പോകും. എന്താ വെച്ചാൽ നമ്മൾ ഈ കെട്ടില്ലേ, നമ്മളിത് ഇങ്ങനെ കെട്ടുമ്പോ നേരെ കീപ്പിടാണ്ട് പോകും. അപ്പൊ അത് ശരിക്കും നമ്മൾ ഇട്ടിട്ട് നല്ല മട്ടത്തിൽ ഇരുന്നിട്ട് ഓലയിൽ ഇരുന്നിട്ട് ശരിക്കാണ്ട് മുറിക്കും. ചിലപ്പോ കൈ തട്ടും, കൈയൊക്കെ പൊളിയും, ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ മുറിയാവും. അങ്ങനെ സഹിച്ച് കയറി തന്നെ നമ്മൾ ഓരോരോ ഇതായിട്ട് ഇങ്ങനെ കേറിയിട്ട് ഇപ്പൊ റെഡിയായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മലപ്പുറം ജില്ലയിലാണ് ഞാനുള്ളത്. മലപ്പുറം ജില്ല, പിന്നെ തിരുവരങ്ങാടി കൊടിഞ്ഞി പയ്യോളിയാണ് എന്റെ സ്ഥലം. പെണ്ണുങ്ങളെ പേര് ദേവയാനിയാണ്. ആൺകുട്ടികൾ 4 കുട്ടികളുണ്ട്. 2 ആൺകുട്ടി 2 പെൺകുട്ടി. മൂത്തവന്റെ പേര് മോഹൻദാസ് ആണ്. രണ്ടാമത്തെ പിന്നെ മോളാണ്, മോക്ക് മഞ്ജുഷാണ് പേര്. പിന്നെ 3ാമത്തെ മിഥുനാണ്. മിഥുന് പോകാനും തെങ്ങുമക്കാച്ചാണ്. അടുത്തത് പിന്നെ 4ാമത്തെ പെൺകുട്ടി ലിജീഷയാണ്. അപ്പൊ 2 പെൺകുട്ടികൾ 2 ആൺകുട്ടിയാണ് എനിക്കുള്ളത്. പിന്നെ പേര് ഉണ്ട്, പയ്യോളിമേ തന്നെ പേരാ. പയ്യോളി തിരുവരങ്ങാടി നന്നമ്പ്ര പഞ്ചായത്താണ് എന്റെ പേര. പിന്നെ പെണ്ണുങ്ങളുണ്ട്. പിന്നെ അവർ 2 പെൺകുട്ടികളും കെട്ടിച്ചു. ആൺകുട്ടികളത് 2 കഴിഞ്ഞു. എന്റെ 2 ആൺകുട്ടികൾ ഇവിടെ തന്നെയായിരുന്നു, സലാലി തന്നെയായിരുന്നു. മൂത്തവന് ആദ്യം ഇവിടെ വന്നിരുന്നു. ആദ്യം വിസിറ്റിങ്ങിന് കൊണ്ടുവന്ന് ഞാൻ തെങ്ങുമകരാണ്. അപ്പൊ വിസിറ്റിങ്ങിന് നാട്ടിൽ തന്നെ തെങ്ങുമ കയറിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് തെങ്ങുമ കയറി, വിസിറ്റിങ്ങിന് വന്ന് തെങ്ങുമ കയറി. പിന്നെ വിസ ആക്കി അവനും തെങ്ങുമ കയറിയിരുന്നു. അപ്പൊ മൂത്തവന് മോഹൻദാസ് എന്ന് പറയുന്ന ആള് അവൻ തെങ്ങുമ കയറിയിരുന്നു. പിന്നെ 2ാമത്തവന് മിഥുന്, അവനും തെങ്ങുമ കയറും. അവനും തെങ്ങുമ ഇന്നമാതിരിയല്ല, എന്നെക്കാട്ടി നല്ല സ്പീഡിൽ 2 ആളും കയറിയിരുന്നു. അവരും സലാലിയിൽ വന്നിരുന്നു. അവനും മിഥുനും ഇവിടെ തെങ്ങുമ കയറിയിരുന്നു. സലാലിയിൽ തെങ്ങ് വണ്ണം കൂടുതലാണ്. പിടിച്ചാ പിടിയത്തൂലേ. നമ്മൾ 2 ആളൊക്കെ എന്നിട്ട് തെങ്ങൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കയറിയിട്ടിട്ട് ഇങ്ങനെയൊക്കെ പിടിച്ച് കയറണം. അത്ര വണ്ണുള്ള തെങ്ങുകളുണ്ട്. ചെറുതും വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഓല പറ്റാത്തോല ഒന്നേരം നമ്മളിവിടെ പച്ചോല വിട്ടൂല. നാട്ടിൽ എന്ന് പറഞ്ഞാൽ പച്ചോല വിട്ടും. നമ്മൾ പണ്ട് പെരട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലൊക്കെ 3 കെട്ട് 5 കെട്ട് 6 കെട്ട് പച്ചോല വെട്ടും പെര കെട്ടാൻ വേണ്ടിട്ട്.
ഇവിടെ അതില്ലല്ലോ. ഇവിടെ ഈ ഇവിടെ സലാലില് ഈ വെള്ളം അടിച്ചിട്ടിട്ട് ഉപ്പുവെള്ളല്ലേ തെങ്ങിനെ അടിച്ചിട്ട് തെങ്ങ് അങ്ങോട്ട് കിണുത്ത് ഇങ്ങനെ വരികയാണ്. പച്ചോല വെട്ടാൻ സമ്മതിക്കില്ല, അറബികള് വെട്ടാൻ പാടില്ല. അങ്ങനെ ഇതുണ്ട് നാട്ടില്. പിന്നെ എല്ലാ താക്കിലും നമുക്ക് ഒരു കൊല്ലം കൂടുമ്പോ പച്ചോല വെട്ടും. ഒരു തെങ്ങുമാന്ന് ഈ 2 ഓല രണ്ടിച്ച പച്ചോല വെട്ടും പെര കെട്ടാൻ വേണ്ടിട്ട്. 2 കെട്ട് 3 കെട്ട് 5 കെട്ടൊക്കെ വെട്ടും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പൂട്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂട്ടിയിട്ട് വെള്ളം അടിച്ചിട്ട് പൂട്ടിയാണ്. കിണറ്റിലാണെങ്കിൽ വെള്ളം അടിച്ചിട്ട് മാറൂല, അത്ര വെള്ളമാണ് കിണറ്റില്. സലാലി കിണർ പറഞ്ഞാൽ പറ്റൂല. 2 മോട്ടർ 3 മോട്ടറൊക്കെ ഉണ്ടാവും. അടിച്ചടിച്ചിട്ട് ഈ തെങ്ങ് തോട്ടത്തൊക്കെ ഇങ്ങനെ അടിച്ചു വിട്ടാണ്. ഇപ്പിന്റെ പാത്രം വെള്ളം കേടുണ്ടാവില്ല. അടിപൊളി സാധനം. തെങ്ങ് നമ്മൾ വിചാരിച്ച നേരല്ല, നല്ല ചാടി കയറേണ്ട വേണം. എന്താ വെച്ചാൽ 25, 50 മീറ്ററാണ് ഇത് കയറ്. 100 മീറ്ററാണ് ഒരു കയറ് വരിക. ഒരു ബണ്ടല് കയറ് വരുന്ന 100 മീറ്ററാണ്. 2 കഷ്ണമാക്കും, 50 മീറ്ററാണ്. 25 അങ്ങോട്ടോ 25 കീപ്പോട്ടും പുതിയ കയറിന്. പിന്നെ തയ്യാത്ത വരുമ്പോ എന്ത് ചെയ്യും, ഈ കയറ് കൂട്ടിയിട്ട് 2 മാട കൂട്ടിയിട്ട് ഇങ്ങനെ എത്താത്ത തെങ്ങുകളുണ്ട്. തെങ്ങ് കൊണ്ട് കയറിയിട്ട് കയറെത്തൂല, ഈ 50 മീറ്റർ എത്തൂല. എന്നിട്ട് വേറെ കയറെടുത്ത് കണ്ടാണ് ഏച്ചു കണ്ടാണ് ഇറക്കുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടമാനം മലയാളികളെ ഇവിടെ തെങ്ങുമ്പോ കയറി. സലാലിയിൽ തന്നെ ആപ്പിലും ദാരീസിലും ഈ ഭാഗത്ത് തന്നെ 125 ആൾക്കാരാണ്. വടകരക്കാരും മലപ്പുറംകാര് പല ഭാഗത്തുള്ള ആൾക്കാർ കണ്ടമാനം തെങ്ങ് കയറ്റക്കാരുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കുറഞ്ഞു വന്നു. ഇപ്പൊ മലയാളികൾ കുറവാണ്. ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഞാന് മണിച്ചേട്ടാ നമുക്കൊരു വിസ അയച്ചായിരുന്നു തെങ്ങുമ്പോ കയറാൻ, ഞാൻ തെങ്ങുമ്പോ കയറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മള് അങ്ങനെ തെങ്ങുമ്പോ കയറിട്ട് വിസ ആയിട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ 2 മാസം 1 മാസം വിസിറ്റിങ്ങിന് വന്നിട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ മാത്രം വന്നിട്ട് കാര്യമില്ല. എന്താ പറയുക, അവരെ പൈസ നമ്മൾ കേടെടുത്തിട്ട് കാര്യമില്ലല്ലോ. ആരുതായാലും പൈസ ഇല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ട് 1 മാസം വന്നിട്ട് 1 മാസം 2 മാസം വിസിറ്റിങ്ങിന് വന്ന് നിന്നിട്ട് തെങ്ങുമ്പോ കയറാൻ പറ്റുകയാണെങ്കിൽ മാത്രം വിസ എടുത്തിട്ട് നിന്നാൽ മതി. എന്താ വെച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റൂല. മലപ്പുറം പയ്യോളി കൊടിഞ്ഞ ഭാഗത്ത് പറഞ്ഞ കണ്ടമാന തെങ്ങും കാര്യമൊക്കെ ഉണ്ട്. അവിടെ തേങ്ങയിൽ തന്നെ പണി. കണ്ടമാന തേങ്ങ 4-5 ആൾക്കാരുടെ തെങ്ങുമക്കാരൻ അവിടെ 5 ടീം ഒന്നായിട്ട് ഒരു മാസക്കണക്കോളം പണി ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പണിയെടുത്ത പൈസ കിട്ടും, അത് കാണുന്നില്ല. അത് കാണാത്ത എന്താ വെച്ചാല് നമ്മള് അവിടെ പണിയെടുത്ത് കാണാൻ പൈസ നമ്മൾ അങ്ങാടി കയറുമ്പോ പൈസ കാണുന്ന മീൻ മേടിക്കും, മത്തി മേടിക്കും, ആപ്പിൾ മേടിക്കും. പിന്നെ ആരെങ്കിലും ചങ്ങായിമാരായിട്ട് ചായ കുടിക്കാൻ പോകും. ആ പൈസ അങ്ങനെ കഴിഞ്ഞു പോവാണ്. ഇവിടെ ആവുമ്പോ എന്താ പറയുക, നമ്മള് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പൈസ നമ്മൾ അയച്ചു കൊടുത്താല് പെരക്കാരായിട്ട് ഒതുക്കി കഴിച്ചു കൂട്ടും. നമ്മൾ ഇവിടുത്തെ കായ് മെയ്യുമ്പോൾ നേരിട്ട് ചെല്ലുമ്പോൾ 10, 50,000, 60,000 ചെല്ലുമ്പോ അവിടെ ഒരു വലിയ സംഖ്യ കാണുമ്പോൾ അവിടെ പെരപ്പണിയും കാര്യങ്ങളൊക്കെ നടക്കും. നാട്ടിൽ പൈസ കിട്ടായില്ല, കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല. നാളെ നമ്മളെ ചങ്ങായിമാരെ കല്യാണമാണ്, അപ്പൊ കല്യാണത്തിന് പോകും. അന്ന് ഒരു ദിവസം ലീവാണ്. പിന്നെ മരിപ്പുണ്ടാവും, മരിപ്പിന് പോകും, മുടിയാഴ്ചലുണ്ടാവും. അങ്ങനെ ഓരോ പരിപാടികൾ ചങ്ങായിമാർ നമ്മൾ 4-5 ആൾക്കാർ പണിക്ക് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും വയ്യായും കാര്യമാകുമ്പോൾ അവരുടെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യാതാവും. അപ്പൊ എന്ത് ചെയ്യും, അന്ന് ഒരാൾ പോയില്ലെങ്കിൽ അന്ന് പോകും. പിന്നെ നാട്ടിൽ മഴ പെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, മഴത്ത് പണിക്ക് പോകില്ല. അത് ആ മഴ പെയ്യുന്നിട്ട് അവിടെ നിൽക്കട്ടെ പറഞ്ഞാൽ 2 ദിവസം 3 ദിവസം അങ്ങനെ നിൽക്കും. ഇതാണ് മണിയുടെ കഥ. കഥയല്ല, ജീവിതം. ഇങ്ങനെയുമുണ്ട് പൊന്നും മിന്നും തേടിപ്പോയ ഗൾഫിലെ പ്രവാസ ജീവിതങ്ങൾ.